ഹായ് നമസ്കാരം, ഫാസിലാണ്. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങുമ്പോൾ ഇതുപോലെ താങ്ങ് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ താങ്ങ് കൊടുക്കുന്നതിന് ചിലപ്പോൾ ഇതേപോലെ കേബിൾ ടൈ ആയിരിക്കും, അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നെയിം ടാഗ് ഉണ്ടല്ലോ, നെയിം ടാഗ് ഇതേപോലത്തെ കേബിൾ ടൈയിൽ ടാഗ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതേപോലെ കേബിൾ ടൈ കൊണ്ട് കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ കയറുകൊണ്ടൊക്കെ കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം എന്താണെന്നുള്ളത് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത്. ഇതൊരു കയറുകൊണ്ട് ഞാൻ കെട്ടിക്കൊടുത്തിന്. ഇപ്പോൾ കയറ് അതിൻ്റെ ഉള്ളോടൊക്കെ പോയിന്. ഇവിടെ കണ്ടില്ലേ, കയറ് ടൈറ്റായിട്ട് കയറ് ഈ തടീൻ്റെ ഉള്ളോട് കഴിച്ച് തടി വണ്ണം വെക്കുന്നതനുസരിച്ചിട്ട് കയറ് ടൈറ്റായിട്ട് വരും. അതേപോലെ ഇതുപോലത്തെ കേബിൾ ടൈ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ്. ഇതിപ്പോൾ ഏകദേശം ടൈറ്റായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇനിയും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ടൈറ്റായിട്ട് ഇതിൻ്റെ ഉള്ളോടേക്ക് കയറി കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ചെടിക്ക് നല്ല രീതിയിൽ ബാധിക്കും. ഇതിപ്പോൾ എൻ്റെ ചെടിക്ക് നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒന്ന് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താണ്. ഇത് നല്ല കായ്ച്ചിട്ടുള്ളൊരു പേരക്കായിരുന്നു കേട്ടോ. L49 ആണ്. ഞാൻ ഇതിന് മുന്നേ ഇതിൽ കാഴ്ചയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയതുകൊണ്ട് അതൊന്നും ചെടിക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ ക്ഷീരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പ്ലാന്റ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലത്തെ കേബിൾ ടൈ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കയറുകൊണ്ട് കെട്ടി കൊടുക്കുമ്പോൾ ചെടീൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.